പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ JCNDST എന്ന ഗ്രൂപ്പിലൂടെ ദൈവജനത്തിന് വേണ്ടി മാന്യ സ്നേഹിതരുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവം ആരാകുന്നു, ദൈവം എങ്ങനെയാകുന്നു. ആദ്യം നമ്മൾ ചിന്തിച്ചു ദൈവം ആത്മാവാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ദൈവം ആത്മാവാകുന്നു. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ അദൃശ്യനാണ്. ആരും കാണാൻ കഴിയാത്തവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനുമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള വചനത്തിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ആ ആത്മാവായ ഏക ദൈവം സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരണം തരുവാനാണ് താല്പര്യപ്പെടുന്നത്. എല്ലാ മാന്യ ശ്രോതാക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ യൂട്യൂബിലേക്ക് ക്ഷണിക്കുകയാണ്. ഏക ദൈവം സകലവും സൃഷ്ടിച്ചു. നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അപ്പം ദൈവം സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ഏത് ദൈവം? ആത്മാവായ ദൈവം. ദൈവം ആത്മാവാണ്. ദൈവം ഏകനാണ്. ദൈവം അദൃശ്യനാണ്. മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്തവനാണ്. ആ ദൈവമാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 1-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട്, അതിന്റെ 4-ാം വാക്യം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനായ ദൈവത്തെ വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 102-ന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അപ്പോൾ പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഭൂമിക്കടിസ്ഥാനമിട്ട ഏക ദൈവം. യെശയ്യാവ് 40-28, നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അപ്പോസ്തല പ്രവൃത്തി 17-24, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പൊ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം, ഏക ദൈവം, ആത്മാവായ ദൈവം സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് അതിന്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, ദൈവം മനുഷ്യ സൃഷ്ടിയുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? മലാക്കി 2-10, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. യെശയ്യാവ് 45-12 വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. യെശയ്യാവ് 27-4-5 വാക്യങ്ങൾ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങൾ എന്നുള്ളതല്ല. സൃഷ്ടിതാവ് ഏകനായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. യെശയ്യാവ് 40-13 വായിക്കുമ്പോൾ,
അതുപോലെ 44-ന്റെ 24 വായിക്കുമ്പോൾ സൃഷ്ടിപ്പിൽ ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് സൃഷ്ടിതാവ് ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ സൃഷ്ടിതാവിന് മന്ത്രിയായി അവനെ ഉപദേശിച്ചവൻ ആർ എന്നാണ് ഈ വാക്യങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ഏകദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അഖിലാണ്ടത്തെ എങ്ങനെ സൃഷ്ടിച്ചു? മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഏകദൈവം എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത്? അത് അഖിലാണ്ടത്തെ എങ്ങനെ സൃഷ്ടിച്ചു? മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? നമുക്ക് ആദ്യം അഖിലാണ്ടത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നോക്കാം. എബ്രായ ലേഖനം 11:3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം നിർമ്മിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്താലാണ്. ദൈവവും തന്റെ വചനവും രണ്ട് വ്യക്തികൾ അല്ല. ഞാനും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദവും രണ്ട് വ്യക്തികളല്ല. ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, കേൾക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ ശബ്ദത്താൽ, ലോഗോസ്, വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. നമുക്കറിയാം, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വാക്കിനാൽ, വചനത്താൽ, ശബ്ദത്താൽ ഉളവായി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സങ്കീർത്തനം 33-ന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ശ്രദ്ധിക്കണേ, യഹോവയുടെ വചനത്താൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഒന്നുകൂടെ വ്യക്തമാകുവാൻ POC ബൈബിളിലെ വാക്യം ഒന്ന് വായിക്കുകയാണ്. കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളെയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ കൽപ്പനയാൽ, ഉണ്ടാകട്ടെ എന്നുള്ള കൽപ്പനയിൽ, ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദത്തിൽ, ആ ശബ്ദത്തിലാണ് സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സത്യവചനം വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവായ, അദൃശ്യനായ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ഏക ദൈവത്തിൽ വചനം, ശബ്ദം ഉണ്ടായിരുന്നു. ആത്മാവായ ദൈവത്തിൽ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിൽ ശബ്ദം ഉണ്ടായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ ശബ്ദം ഉണ്ടായിരുന്നു, ആ ശബ്ദം ദൈവത്തോടു കൂടെയായിരുന്നു, ആ ശബ്ദം ആയിരുന്നു ദൈവം. നമ്മൾ ദൈവമുണ്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ശബ്ദത്തിലൂടെയാണ്, വചനത്തിലൂടെയാണ്, അരുളപ്പാടിലൂടെയാണ്, കൽപ്പനയിലൂടെയാണ്. അവന് രൂപമില്ല. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള ബൈബിൾ പഴയ നിയമ പ്രഖ്യാപനങ്ങൾ. ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ്. ഒന്ന് മെന്റൽ വേർഡ്, മാനസിക വചനം. മറ്റൊന്ന് സ്പോക്കൺ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ കൽപ്പിക്കുന്ന, നമ്മളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ശബ്ദത്തെ സ്പോക്കൺ വേർഡ് എന്ന് പറയുന്നു. മെന്റൽ വേർഡ് എന്ന് പറഞ്ഞാൽ മാനസികമായി. അപ്പോൾ മാനസികമായി നമ്മുടെ മാനസിക ശബ്ദത്തെ, അത് മെന്റൽ വേർഡ്, മാനസിക ശബ്ദത്തെ
സ്പോക്കൺ വേർഡ് ആകുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് ആത്മാവായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ഏക ദൈവത്തിൽ വസിച്ചിരുന്ന മെന്റൽ വേർഡ്, മാനസിക വചനം, അത് ശബ്ദമായി വെളിയിലേക്ക് ബഹിർഗമിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സർവചരാചരങ്ങളും ഉണ്ടായി. അത് വെറുതെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയല്ല കേട്ടോ. നമ്മളത് അറിയണം. വെറുതെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒരർത്ഥമില്ലാതെ, കാരണം ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ച ചില ഘടകങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് കൊണ്ടുവരാം. സദൃശവാക്യം 3:19 വായിക്കുമ്പോൾ, ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു. അപ്പൊ ഈ ശബ്ദത്തിന്റെ പിൻപിൽ ജ്ഞാനം പ്രവർത്തിച്ചു. ഏത് ജ്ഞാനം? ദൈവിക ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. ഉണ്ടാകട്ടെ എന്ന് വൃക്ഷലതാദികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാകുകയല്ല, അതിന്റെ സകലവിധമാകുന്ന ജ്ഞാനത്തോടെയാണ് ഇതിനെ സൃഷ്ടിച്ചത്. കാരണം അതിന് വേര്, അതിന് കായ്കൾ, അതിന് ഫലങ്ങൾ, അതിന് ഇലകൾ, അതിന് തണ്ട്, ഇങ്ങനെ ഇത്യാദി എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ അറിയുന്ന ദൈവം, സർവജ്ഞാനിയായ ദൈവം അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക. അപ്പോഴാണ് സകലതും ഉണ്ടായത്. അപ്പോൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം അവിടെ പ്രവർത്തിച്ചു. ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ചവൻ എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യം 8:1 വായിക്കുമ്പോൾ ജ്ഞാനം വിളിച്ചു പറയുന്നു. അത് ജ്ഞാനം വിളിച്ചു പറയുന്നു എന്ന് POC ബൈബിളിലുള്ള വാക്യമാകട്ടോ. നമ്മുടെ സത്യവേദപുസ്തകത്തിൽ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്നാണ്. അപ്പോൾ POC ബൈബിൾ ജ്ഞാനം വിളിച്ചു പറയുന്നു. ഏത് ജ്ഞാനമാ? ദൈവത്തിന്റെ ജ്ഞാനം. ഇത് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ ഈ ജ്ഞാനം ആരിലാണ് വസിച്ചത്, ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ആരാണ് വെളിപ്പെട്ടത് എന്നൊക്കെ നമുക്ക് പിന്നാലെ വരും ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കുവാനിടയായി തീരും. അപ്പോൾ ജ്ഞാനം വിളിച്ചു പറയുന്നു. അതിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യം 8:30 വായിക്കുമ്പോൾ, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ആരായിരുന്നു? ദൈവത്തിന്റെ അടുക്കൽ ശില്പിയായി. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവിടെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം തന്നെ സൃഷ്ടിയായി. ദൈവത്തിന്റെ ജ്ഞാനം തന്നെ ആ ജ്ഞാനം തന്നെ സൃഷ്ടിയായിട്ട് അവിടെ ശില്പിയായിരുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടപ്പോൾ ഒന്നുമില്ലാതിരുന്ന, നമ്മുടെ മനുഷ്യന്റെ കണ്ണിന്റെ മുമ്പിൽ നോക്കുവാൻ ഒന്നുമില്ലാതിരുന്ന ആ ഒന്നുമില്ലായ്മയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒന്നുമില്ലായ്മയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് സകലത് പുറപ്പെട്ടത്. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിൽ കാണുവാൻ കഴിയാത്ത ആ സ്റ്റേജ് മാറി. അതുകൊണ്ടാണ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ഈ ലോകം സൃഷ്ടിക്കുവാൻ കാരണം ദൃശ്യമായ ഒന്നിൽ നിന്നല്ല, അദൃശ്യമായ ആത്മാവായ ആ ഏകദൈവത്തിൽ നിന്നാണ് സകലതും ഉളവായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ശബ്ദം, മറ്റൊരു വാക്യം നമ്മൾ വായിച്ചല്ലോ, അവന്റെ ശ്വാസം സകലതും ഉളവാക്കിയെന്ന. ശബ്ദം എന്ന് പറയുന്നതും ശ്വാസം എന്ന് പറയുന്നതും ഒക്കെ ഒന്നു തന്നെയാ. നമ്മള് ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശ്വാസമാണ് ആ ശബ്ദമായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസം അവൻ ഊതിയപ്പോൾ, ദൈവത്തിന്റെ ശബ്ദം അവൻ മുഴക്കിയപ്പോൾ, ദൈവത്തിങ്കിൽ നിന്ന്, ആത്മാവായ ദൈവത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒരു ശബ്ദം പുറപ്പെട്ടപ്പോൾ അവൻ എന്ത് ഉദ്ദേശിച്ചുവോ, അവന്റെ മെന്റൽ വേർഡ് എന്തായിരുന്നുവോ അത് സ്പോക്കൺ വേർഡ് ആയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ തന്റെ മനസ്സിൽ കണ്ട അതേ നിലയിൽ ഒന്നും കുറവില്ലാതെ മനോഹരമായി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രപഞ്ചം, സർവചരാചരങ്ങളും നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഇന്ന് കാണുന്ന സകലതും ഉളവായത് ശബ്ദത്താലാണ്.
ജ്ഞാനത്തോടെ ശബ്ദം പുറപ്പെട്ടപ്പോൾ, ജ്ഞാനത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ, ജ്ഞാനത്തോടെ കൽപ്പിച്ചപ്പോൾ സകലതുമുളവായി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചരാചരങ്ങൾ ഉണ്ടായത്. ഇനി മനുഷ്യനെ സൃഷ്ടിക്കുന്ന സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അടുത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതെല്ലാം വളരെ വിശദീകരിച്ചു തരുവാനായിട്ട് കഴിയും. എന്നാൽ സമയം കൂടുതൽ നമ്മൾ വിശദീകരിച്ചു തന്നാൽ അധികം പേര് അത് കേൾക്കാനായിട്ട് തയ്യാറാകുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ, ഞാൻ സംസാരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇവിടെ കമന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ അതിന് മറുപടി നൽകുന്നതായിരിക്കും. പ്രസംഗിക്കുന്ന വിഷയത്തിന്മേലുള്ള സംശയങ്ങൾ, മറ്റു സംശയങ്ങളൊക്കെ പിന്നാലെയുള്ള പ്രസംഗങ്ങളിലൂടെ, വിഷയങ്ങളിലൂടെ നിങ്ങൾക്കത് തീർക്കുവാൻ കഴിയും. ഒറ്റയടിക്ക് ആരുടെയും സംശയം തീരുകയില്ല. ഇനി മനുഷ്യനെ ഉളവാക്കിയത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 1:27 വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തങ്ങളുടെ സ്വരൂപത്തിലല്ല, തന്റെ സ്വരൂപത്തിൽ. 2:7 നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 2:7 വായിക്കുമ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ വാക്യം? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. അപ്പൊ അവിടെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയല്ല, ഒരു ശബ്ദം കൊണ്ട് ഉണ്ടാക്കുകയല്ല, അവന്റെ കരം തന്നെ ഇവിടെ പ്രവർത്തിച്ചു. ദൈവം ആത്മാവായ ദൈവത്തിന് കരമില്ലെന്ന് നമുക്കറിയാം. കരം എന്ന് പറഞ്ഞാൽ തന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുക. എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് സംശയം തീരുവാനിടയായി തീരും. പിയോസഭയിൽ ഇങ്ങനെ കാണുന്നത്, ദൈവമായ കർത്താവ് ഭൂമിയെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്നുള്ളതാ. അവൻ മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചത് എങ്ങനെയാണ്? ആത്മാവിന് കയ്യും കാലുമില്ല. എന്നാൽ ആത്മാവിന്റെ ചില പ്രവൃത്തികളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ്? യോഹന്നാൻ 4:24 വായിക്കുമ്പോൾ ദൈവാത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ഭൗമികമായുള്ളവൻ അല്ല, നമ്മെപ്പോലെ ജഡവും രക്തവും ഉള്ളവനല്ല ദൈവം. മനുഷ്യന്റെ പരിധിക്കുള്ളിൽ ദൈവത്തെ ഒതുക്കുവാനും കഴിയില്ല. മനുഷ്യന്റെ പരിധിക്കുള്ളിലുള്ളവനല്ല അദൃശ്യനായ ദൈവം എന്നർത്ഥം. മനുഷ്യനാകട്ടെ പരിധിക്കുള്ളിലുള്ളവനാ. മനുഷ്യ പരിധിക്കുള്ളിൽ ദൈവത്തെ ആർക്കും ഒതുക്കുവാനോ ചിന്തിക്കുവാനോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ പഠിക്കുവാനും കഴിയുകയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ പരിശ്രമം കൊണ്ടോ അവന്റെ വിദ്യ കൊണ്ടോ അവന്റെ പദ്ധതികൾ കൊണ്ടോ ദൈവത്തെ ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല. അത് സാധ്യമല്ല, അസാധ്യമെന്നാണ് ബൈബിൾ ഭാഷ്യം. എന്നാൽ മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളത് ദൈവത്താൽ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മനസ്സ് തോന്നിയെങ്കിൽ മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തുന്ന കാര്യത്തിന്മേൽ മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം വെളിപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല. ദൈവം നിശ്ചയിച്ചാൽ, ദൈവം തീരുമാനിച്ചാൽ, ദൈവം മനസ്സ് വെച്ചാൽ അവന് നമ്മളെ വെളിപ്പെടുത്താൻ കഴിയും. നമുക്ക് നമ്മുടെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയുമോ അതേ രീതിയിൽ നമ്മുടെ പരിമിതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമുക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിലേക്ക് നോക്കുവാൻ കഴിയില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ നമ്മൾ കുരുടായി പോകും. നമുക്ക് സൂര്യനെ അല്പനേരം 12 മണിക്ക് നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റില്ല. കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ നമുക്കൊരിക്കലും നമ്മുടെ
നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. എന്നാൽ നമ്മൾ കാണേണ്ടതിന് വേണ്ടി ദൈവത്തെ, നമ്മുടെ പരിധി അറിയാവുന്ന, നമ്മുടെ പരിധി നിശ്ചയിച്ച, നമുക്ക് പരിധികൾ നിശ്ചയിച്ചു തന്ന ദൈവത്തിന് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അവനെ വെളിപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഹല്ലേലൂയ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഉൽപ്പത്തി 3:8 വായിക്കുമ്പോൾ, യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ആത്മാവായ ദൈവം നടക്കുമോ? അവന് ജഡവും രക്തവും ഇല്ല, പിന്നെ എങ്ങനെ നടക്കും? ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ തിരുവചനത്തിലൂടെ തരുവാൻ കഴിയും. ഉൽപ്പത്തി 15:1 വായിക്കുമ്പോൾ, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ചില വിധങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം നടന്നു വരുന്ന കാലൊച്ച കേട്ടു, അല്ലെങ്കിൽ നടന്നു വരുന്ന ഒച്ച കേട്ടു. ഉൽപ്പത്തി, യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു, ആദം കേട്ടു. അവർ നടക്കുന്ന ഒച്ച കേൾക്കണമെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിലായിരിക്കുമല്ലോ ദൈവം അവിടെ പ്രത്യക്ഷമാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:1 വായിക്കുമ്പോൾ, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവം തന്നെ വെളിപ്പെടുത്തിയ ചില വിധങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. ഉൽപ്പത്തി 18:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. അബ്രഹാമിന് യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. 3 പുരുഷന്മാർ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം ദർശനം പ്രാപിച്ചവനാ. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അബ്രഹാമിന് ദൈവിക വെളിപ്പാടുണ്ടായി, ദർശനമുണ്ടായി. യഹോവ തന്നെ സന്ദർശിക്കും. താൻ വളരെ വിദൂരവേ തലപൊക്കി നോക്കുക പതിവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ 3 പുരുഷന്മാർ കടന്നു വരുന്നു. അബ്രഹാം 3 പുരുഷന്മാരെ വിളിച്ച വാക്ക് 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യജമാനന്മാരെ എന്ന് വിളിച്ചില്ല, യജമാനനെ എന്നാ വിളിച്ചത്. ഇതാരൊക്കെയായിരുന്നു ഈ 3 പേര്? 18:22 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അപ്പോൾ അതിൽ 2 പുരുഷന്മാര് സോദോമിലേക്ക് പോയി. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പൊ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. 1-ാം വാക്യം 18:1 അബ്രഹാമിന് യഹോവ പ്രത്യക്ഷനായെന്ന. അവിടെ 3 പേര് കയറി ചെന്നിട്ടും യജമാനന്മാരെ എന്ന് അബ്രഹാം വിളിച്ചില്ല, യജമാനനെ എന്ന് വിളിച്ചു. അബ്രഹാം ഏകദൈവ വിശ്വാസിയായിരുന്നു. ഇനി 2 പുരുഷന്മാർ സോദോമിലേക്ക് പോയി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. അപ്പൊ അവരിൽ 2 പേര് പുരുഷന്മാരായി കടന്നു വന്ന 2 പേര് ദൂതന്മാരായിരുന്നു. ഇങ്ങനെ അനവധി തെളിവുകൾ വിശുദ്ധ ബൈബിളിലൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച യെശയ്യാവ് കണ്ടു. എബ്രായർ 1:1 വായിക്കുമ്പോൾ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട്. അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ചില
ഭാഗങ്ങളാണ്. ധാരാളം തെളിവുകൾ ബൈബിളിൽ എടുത്തു തരാം. സർവശക്തനായ ദൈവം താൽക്കാലിക, അതിന് തിയോഫനി എന്ന് പറയും, അവസര പ്രത്യക്ഷതകൾ. താൽക്കാലികമായിട്ട് അത്യാവശ്യ സമയങ്ങളിൽ ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഞാൻ വായിച്ച, ഒന്ന് സ്വപ്നത്തിലൂടെ, മറ്റൊന്ന് ദർശനത്തിലൂടെ, മറ്റൊന്ന് അരുളപ്പാടിലൂടെ, മറ്റൊന്ന് ഏതെങ്കിലും ഒരു പുരുഷന്റെയോ ഏതെങ്കിലും ഒരു ദൂതന്റെയോ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ധാരാളം തെളിവുകൾ വിശുദ്ധ ബൈബിളിലൂടെ കാണുവാൻ കഴിയും. അനവധി തെളിവുകൾ ധാരാളം. ദാനിയേൽ പ്രവചനത്തിൽ അത് ധാരാളമുണ്ട്. ദൂതപ്രത്യക്ഷതകള്. അങ്ങനെ ദൈവം പലപ്പോഴും ദൂതനായിട്ടും മനുഷ്യനെ പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരത്തിന്, ആ കാര്യത്തിന് വേണ്ടി മാത്രം താൽക്കാലിക പ്രത്യക്ഷതയെടുത്ത് ദൈവം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതോടുള്ള ബന്ധത്തിൽ അവൻ എന്നിട്ട് അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ മറ്റു പല സന്ദർഭങ്ങളിലും യഹോവയായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, ആത്മാവായ ദൈവം താൽക്കാലിക പ്രത്യക്ഷതയെടുത്ത് ഈ ലോകത്തിൽ വന്ന തെളിവ് നമുക്ക് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള ആ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ താൻ ഒരു താൽക്കാലിക പ്രത്യക്ഷതയെടുത്ത് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് പല പല തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാലും അവിടെ കടന്നു വന്നിരിക്കുന്ന 3 വ്യക്തികളൊന്നും അല്ല കേട്ടോ, ഒരേ ഒരു വ്യക്തി. അവരെല്ലാം കൂടി ആ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്നല്ല. ദൈവം തന്റെ സ്വരൂപത്തിൽ, തങ്ങളുടെയല്ല തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ വരും ദിവസങ്ങളിൽ തുടർന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നത്, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സർവ്വചരാചരങ്ങളെയും ആത്മാവായ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ശബ്ദത്തിലൂടെ, വചനത്തിലൂടെ, ജ്ഞാനത്താൽ വചനം പുറപ്പെട്ടു വന്നപ്പോൾ, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ, ഒരു വാക്കിനാൽ സകലതും ഉളവായി എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ താൽക്കാലിക പ്രത്യക്ഷത എടുത്തു വന്ന് നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യരൂപം ഉണ്ടാക്കി. തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ടാണ് നമ്മെ അവൻ സൃഷ്ടിച്ചത് എന്നുള്ള വസ്തുതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിനോടുകൂടി സൃഷ്ടി മുഴുവൻ പൂർത്തീകരിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി സൃഷ്ടി മുഴുവൻ പൂർത്തീകരിച്ചു. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ സംശയമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സംസാരിച്ച വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ മമ്രയുടെ തോപ്പിൽ വന്നത് ആരാണെന്നുള്ള വെളിപ്പാട് പിന്നീട് ബൈബിളിലൂടെ തരുവാൻ താല്പര്യപ്പെടുന്നു. അതൊടുവിൽ അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദൈവം സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സൃഷ്ടിതാവായിട്ടും പിന്നെ അവൻ പിതാവായിട്ട്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കുന്നതായിരിക്കും. പിതാവായിട്ട് സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് ദൈവം പിതാവായത്, സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് ദൈവം സൃഷ്ടിതാവായത്, മനുഷ്യനെ സൃഷ്ടിച്ചതിനോടുള്ള ബന്ധത്തിലാ ദൈവം പിതാവായത്. ഈ വസ്തുത അറിഞ്ഞിരിക്കുക. തുടർന്നും ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.